ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ചിക്കൻ വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമല്ലെങ്കിൽ ചെമ്മീൻ വെച്ച് ചെയ്യാം, അഥവാ നിങ്ങൾക്ക് വെജാണ് വേണ്ടതെങ്കിൽ ഈ ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി, വെജിറ്റബിൾ മാത്രം ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി അരി കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ അടുത്ത് വരും. അപ്പം നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് സമയം കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകരുത്, കാരണം അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടിത് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. അരി ഫുള്ളായിട്ട് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. 20 മിനിറ്റ് എന്തായാലും വെക്കണം. 20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റൈസ് തയ്യാറാക്കാൻ വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്ത് വെക്കുക. എപ്പോഴും നമ്മൾ അരി ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളത്തിൽ തന്നെ ബോയിൽ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ റൈസ് പെർഫെക്റ്റായി കിട്ടൂല. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ലൊരു ഷൈനി ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു 10-15 മിനിറ്റ് മതി, നമ്മുടെ റൈസ് കുക്കായി വരും. ഇവിടെ നന്നായിട്ട് തിളച്ച് ഏകദേശം റൈസ് പാകമായിട്ടുണ്ട്. റൈസ് ഒരു 90% കുക്കായാൽ മതി. ബാക്കി നമ്മൾ അതൊരു അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം അത് അവിടുന്ന് ബാക്കി വെന്തോളും ആ ഒരു ചൂട് കൊണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ റൈസ് ആക്കി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫുൾ കുക്കാക്കി എടുക്കരുത്, 90% മാത്രം കുക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. നല്ല ചോറായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി, കാരണം ഫുൾ കുക്കാക്കാതെ ഇതുപോലെ ചെയ്താൽ നല്ല അരി ഒട്ടും പിടിക്കാത്ത നല്ല ഷൈനി ആയിട്ടുള്ള റൈസായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 മുട്ട ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈങ് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആ മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇത് ക്രഷ് ചെയ്തെടുക്കണം, കാരണം നമ്മൾ അവസാനം നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് നോൺ വെജ് വേണ്ടെങ്കിൽ ഈ മുട്ടയും കൂടി ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ആ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സെയിം ഫ്രൈങ് പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് അതിൻ്റെ ആ ഒരു നിറം ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറായതിനു ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് ഇത് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ടാവും.
ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇതിലേക്ക് സോയ സോസ് ഒഴിക്കുന്നതാണ്. സോയ സോസ് ശരിക്കും നല്ല ഉപ്പുള്ള സാധനമാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ്റെ ഫുൾ ബ്രസ്റ്റാണ്. ഏകദേശം ഒരു 250 ഗ്രാം വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു വെളുത്തുള്ളി ഇഞ്ചിയായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ കളറൊക്കെ മാറി ഒരു നല്ലൊരു വൈറ്റ് കളർ പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. 5 മിനിറ്റും കൂടി നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇട്ടാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ചൂടായ വേണ്ട, അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ചിക്കനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ക്യാരറ്റാണ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, കാരണം ഇത് ഒരുപാട് സമയം നമ്മൾ വേവിക്കില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നല്ല ഭംഗിയാണ് നമ്മളെ റൈസ് കാണാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ വെജിറ്റബിളൊക്കെ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കരുത്. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് സമയം വേവിക്കണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജാണ്. ക്യാബേജ് അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം, എൻ്റെ അടുത്ത് എല്ലാ കളറും ഉണ്ടായതുകൊണ്ട് ഞാൻ എല്ലാ കളറും എടുത്ത് മുറിച്ചതാണ്. അപ്പോൾ ഇതിലിട്ട എല്ലാ വെജിറ്റബിൾസും ഒരേ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി കട്ട് ചെയ്താൽ ഓരോന്നും ഒരു 1/2 കപ്പ് വീതം വരും. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഈ വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്തോ, കാരണം അവർ ആ റൈസിൻ്റെ കൂടെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിനിറ്റ് മിക്സ് ആക്കി എടുക്കാം. അത്രേ വേണ്ടൂ, കാരണം ഇത് നല്ലോണം വേവരുത്. നമ്മൾ ഈ റൈസ് കഴിക്കുമ്പം ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ഒരു പാകത്തിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക, കാരണം ഇതിലേക്ക് അവസാനം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി മിക്സ് ആക്കിയെടുക്കാം. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ 2 മോഡലിൽ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പകുതി മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഞാൻ ബട്ടറൊക്കെ ഇട്ട് വേറൊരു രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്, നല്ല ടേസ്റ്റാണ് അതും. അപ്പോൾ ഞാൻ ഇതിലെ പകുതി മസാല ഈ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പകുതി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കണം ചോറ്, നല്ല ഒട്ടിപ്പിടിക്കാത്ത ചോറായിരിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച സോയ സോസ് ലൈറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും സോയ സോസ് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഇതൊരു കുറച്ച് വെള്ളം പോലത്തെയാണ്, അതുകൊണ്ട് കുറച്ചധികം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയെന്ന് ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓനിയനാണ്. അത് കുറച്ചധികം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം അത് ഇട്ടാൽ അത്രയും ഉണ്ടാവും വെന്ത് കഴിഞ്ഞാൽ. ഇതിനെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുപ്പ് ഓണാക്കി വെക്കണ്ട, കാരണം സ്പ്രിംഗ് ഓനിയനൊക്കെ പെട്ടെന്ന് ആ ചൂട് തട്ടുമ്പോൾ തന്നെ അത് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആ ഒരു രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഫ്രൈങ് പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽട്ടായതിന് ശേഷം നമുക്കിതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചോറ് നന്നായിട്ട് ആ ബട്ടറിൽ കുറച്ചധികം സമയം മിക്സാക്കി എടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ബട്ടർ ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കുക. ശരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഇതൊരു 5-10 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ റൈസ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ നല്ല ചൂടായി നല്ല കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ പോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇതിൽ ബാക്കി വെക്കുന്നുണ്ട് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വിനാഗിരിയും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അളവ് മാത്രം ചേർത്ത് കൊടുക്കുക, ഒരുപാട് കൂടി പോകരുത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൂടി പോകരുത്. അപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്